ഹലോ, നമുക്കിത് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും കഴിക്കാനായിട്ട് ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, അതിനോടൊപ്പം തന്നെ 2 സവാള ചോപ്പ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് നല്ലോണം വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്ന ശേഷം അതിലേക്കായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയ ശേഷം അതിലേക്കായിട്ട് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിക്കാം. ഗ്രേവി കുറച്ചുകൂടി വേണമെന്നുള്ളവരെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റ് നേരത്തോടെ അടച്ചു വെച്ച് വേവിച്ച ശേഷം നമുക്ക് അതിലേക്കായിട്ട് വേവിച്ച് വെച്ചിരുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.